വോട്ടർ പട്ടിക വിവാദത്തിൽ കർണാടക കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. കർണാടക സഹകരണ മന്ത്രി കെ.എൻ. രാജണ്ണ രാജിവെച്ചു. ഷമ്മി പ്രഭാകർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷമ്മി, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ കോൺഗ്രസ് തന്നെ ദുർബലപ്പെടുത്തുകയാണോ? തീർച്ചയായും കെ.എൻ. രാജണ്ണ അവിടുത്തെ സഹകരണ മന്ത്രിയാണ്. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നത്. രാഹുൽ ഗാന്ധി അവിടുത്തെ ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വോട്ടർമാരുടെ വ്യാജമായിട്ട് ചേർത്തതിനെക്കുറിച്ചുള്ള വലിയ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ ആകെ ഒരു മെറിറ്റിനെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ കെ.എൻ. രാജണ്ണ പ്രസ്താവന നടത്തിയത്. അത് ഒരുപക്ഷെ രാജണ്ണ പറഞ്ഞതിൽ കുറച്ച് വസ്തുതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതായത് ഈ വോട്ടർ പട്ടിക ചേർത്തത് കോൺഗ്രസിൻ്റെ കാലത്താണ്. ഇത് സംബന്ധിച്ച് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയില്ല. കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഇവിടെ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പക്ഷേ അത് ഈ അവസരത്തിലായിരുന്നോ പറയേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അന്നൊന്നും മിണ്ടാതിരുന്ന കോൺഗ്രസ് ഇപ്പോഴാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ആ സമയത്ത്, അതായത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് ഇത്തരം ഇറഗുലാരിറ്റീസ് എല്ലാം ശ്രദ്ധയിൽ വന്നിരുന്നു. പക്ഷേ അന്ന് നിശബ്ദമായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ പോയിന്റ്. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ്. ഒരു മന്ത്രി തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയുന്നു. രാഹുൽ ഗാന്ധി വളരെ 6 മാസത്തോളം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രയത്നം നടത്തിയിട്ട് കൊണ്ടുവന്ന ഒരു ഇഷ്യൂവിനെ ഒരു മന്ത്രി തള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയോട് രാജി വെക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയത്. രാജണ്ണ രാജിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.